JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്ക് സംഘങ്ങളിലേക്ക് നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ക്ലർക്ക് തസ്തികയിലേക്ക്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ്, ഈ തസ്തികകളിലെല്ലാം തന്നെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് ഒഴിവുള്ളത്, ഓരോ കാറ്റഗറിക്കും, അതായത് ഓരോ തസ്തികയ്ക്കും എത്ര ഒഴിവുകളാണ് ഉള്ളത്, അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ വ്യക്തമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴിയാണ് സഹകരണ ബാങ്ക് സംഘങ്ങളിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഈ സഹകരണ ബാങ്ക് സംഘങ്ങളിലൊക്കെ നിയമനങ്ങൾ അവിടുത്തെ ബോർഡ് തന്നെ നേരിട്ട് മുൻകൂട്ടി തീരുമാനിച്ച് വച്ചിരിക്കുന്ന ആൾക്കാരെ അല്ലേ എടുക്കുന്നത്, നമ്മൾ പരീക്ഷ എഴുതിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് നിരന്തരമായിട്ട് ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ വരെ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി അത് വ്യക്തമാക്കി തരാം. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴിയാണ് ഇപ്പോൾ സഹകരണ ബാങ്ക് സംഘങ്ങളിലേക്കെല്ലാം തന്നെ നിയമനങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള OMR എക്സാമുകളെല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. അപ്പോൾ അതിന്റെ നിയമനങ്ങളെല്ലാം തന്നെ സഹകരണ ബാങ്ക് സംഘങ്ങളിലേക്കുള്ള നിയമനങ്ങളെല്ലാം തന്നെ സുതാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കണം. നമ്മൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതി ടോപ്പ് റാങ്ക് ലിസ്റ്റ് എത്തിയാൽ നമുക്ക് തന്നെ നിയമനം കിട്ടുക തന്നെ ചെയ്യും, അതിനൊരു സംശയവും വേണ്ട. അപ്പോൾ 31 ഇന്ന് ഡിസംബർ 20 തീയതിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഡിസംബർ 20 തീയതി സഹകരണ ബാങ്ക് സംഘങ്ങളിലേക്ക് നിരവധി ഒഴിവുകൾ വരും. അതിന്റെ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. 31/1/2024 വൈകുന്നേരം 5 മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. അതുപോലെ തന്നെ വിജ്ഞാപന തീയതി 20/1/2023 ആണ്. അപ്പോൾ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR എഴുത്ത് പരീക്ഷയുടെ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടക്കുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും നിയമനങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ www.cseb.kerala.gov.in എന്നാണ് വെബ്സൈറ്റിന്റെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ്. അതിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഞാൻ അഡ്രസ് ഒരിക്കൽ കൂടി പറയാം, www.cseb.kerala.gov.in ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കാറ്റഗറി, ആദ്യം നമുക്ക് സെക്രട്ടറി തസ്തികകളിലേക്ക് ഒഴിവുകൾ കോട്ടയം ജില്ലയിലെ ഒരു ഒഴിവാണ്. കോട്ടയം ജില്ലയിൽ 1, മലപ്പുറം ജില്ലയിൽ 1, കണ്ണൂർ ജില്ലയിൽ 1, കാസർഗോഡ് ജില്ലയിൽ 1, ഇങ്ങനെയാണ് സെക്രട്ടറി തസ്തികകളിലേക്ക് 4 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 12/2023 അസിസ്റ്റന്റ് സെക്രട്ടറി, മാനേജർ, ചീഫ് അക്കൗണ്ടന്റ്, അതിൽ 8 ഒഴിവുകളാണ് ഉള്ളത്. 8 ഒഴിവുകളിൽ ജില്ലാടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയിൽ 2, അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ 1, എറണാകുളം ജില്ലയിൽ 1, മലപ്പുറം ജില്ലയിൽ 1, കണ്ണൂർ ജില്ലയിൽ 3, ഇങ്ങനെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി, മാനേജർ, ചീഫ് അക്കൗണ്ടന്റ് ഒക്കെ ഒഴിവുകളുള്ളത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് കാറ്റഗറി നമ്പർ 13/2023 ജൂനിയർ ക്ലർക്ക്, അതിന്റെ 162 ഒഴിവുകളാണ് ജൂനിയർ ക്ലർക്കിന്റെ ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 13, അതുപോലെ കൊല്ലം ജില്ലയിൽ 12, പത്തനംതിട്ട 2, ആലപ്പുഴ 10, കോട്ടയം 10, അതുപോലെ തന്നെ ഇടുക്കി 2, എറണാകുളം 10, തൃശ്ശൂർ 13, പാലക്കാട് 9, മലപ്പുറം 33, കോഴിക്കോട് 24, കണ്ണൂർ 19, കാസർഗോഡ് 5, ഇങ്ങനെയാണ് ഒഴിവുകൾ. ജൂനിയർ ക്ലർക്ക് കാഷ്യറിന്റെ 162 ഒഴിവുകളാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും, ഈ പറഞ്ഞ ജില്ലകളിലെല്ലാം തന്നെ ധാരാളം ഒഴിവുകളുണ്ട്. അടുത്തതായിട്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ 3 ഒഴിവുകളാണ് ഉള്ളത്. അത് കോഴിക്കോട് 1, കണ്ണൂർ 2, ഇങ്ങനെ 3 ഒഴിവുകളാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഉള്ളത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ ഞാൻ നിങ്ങൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ
അടുത്തതായിട്ട് സിസ്റ്റം സൂപ്പർവൈസർ ഉണ്ട്. അതിന്റെ 15/2023 അതിന്റെ കാറ്റഗറി നമ്പർ. 2 ഒഴിവുകളാണ് സിസ്റ്റം സൂപ്പർവൈസറുടെ വന്നിട്ടുള്ളത്. ജില്ല ആലപ്പുഴ 1, ഇടുക്കി ജില്ലയിൽ 1 അങ്ങനെ 2 ഒഴിവുകളാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 16/2023 19 ഒഴിവുണ്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ. ഈ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ സിലബസ് എല്ലാം തന്നെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സ്ആപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 19 ഒഴിവുകളാണുള്ളത്. കൊല്ലം ജില്ലയിൽ 3, കോട്ടയം ജില്ലയിൽ 1, എറണാകുളം ജില്ലയിൽ 1, തൃശ്ശൂർ ജില്ലയിൽ 4, പാലക്കാട് ജില്ലയിൽ 1, മലപ്പുറം ജില്ലയിൽ 3, കോഴിക്കോട് ജില്ലയിൽ 3, കണ്ണൂർ ജില്ലയിൽ 2, കാസർഗോഡ് ജില്ലയിൽ 1. ഇങ്ങനെ 19 ഒഴിവുകളാണ് കേരളത്തില് ഈ ജില്ലകളിലെല്ലാം തന്നെ ഉള്ളത്. അടുത്തതായിട്ട് ടൈപ്പിസ്റ്റ് തസ്തികയിലാണ് 2 ഒഴിവാണുള്ളത്. 17/2023 കാറ്റഗറി നമ്പർ. ഒഴിവുകൾ ഓരോ മലപ്പുറം ജില്ലയിൽ 1, കണ്ണൂർ ജില്ലയിൽ 1 ഉള്ളത്. അപ്പോൾ ഓരോ ജില്ലയിലും 18 അപേക്ഷിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ. അവരുടെ ഏജിനെ സംബന്ധിച്ച് പലർക്കും സംശയങ്ങളുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക്. OBC-കാർക്ക് 43, SC/ST-കാർക്ക് 45 വയസ്സ് വരെ അപേക്ഷിക്കാം. EWS ഇവിടെ ആപ്ലിക്കബിൾ ആണ്. EWS-ന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറി EWS-ലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 43 വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിച്ചാൽ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററും അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലാസ്സുകളെല്ലാം തന്നെ ടൈപ്പിസ്റ്റിന്റെയും ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെയും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും അവരവരുടെ വൺ ടൈം രജിസ്ട്രേഷൻ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. www.cscb.kerala.gov.in എന്നാണ് വെബ്സൈറ്റ് അഡ്രസ്സ്. വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അകത്തുനിന്ന് ആപ്ലിക്കേഷൻ ഫോമുകളും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആവശ്യമുള്ള തസ്തികകളിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രസ്തുത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് എടുത്ത് ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള പ്രസ്തുത സ്ഥാപനത്തിലെ റൗണ്ട് സീലും അതോടൊപ്പം തന്നെ ഓരോ അതിന്റെ മേലുദ്യോഗസ്ഥർ ഉയർന്ന ഉദ്യോഗസ്ഥർ പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പളിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ആരാണോ ഏറ്റവും ഉയർന്ന തസ്തികയിൽ ഇരിക്കുന്ന ആള് ആ സ്ഥാപനത്തിന്റെ മേലധികാരിയുടെ സൈനും മേടിച്ച് വേണം നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിലുണ്ട്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററും ഡേറ്റ എൻട്രി ഓപ്പറേറ്ററും ഒക്കെ റാങ്ക് ഫയലും ഉണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് റാങ്ക് ഫയൽ PDF ആയിട്ടാണ് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി വിചാരിക്കുന്നു. പരമാവധി നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട്, അതാണ് നമ്മുടെ അക്കാഡമിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.